നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഡ്രൈവിംഗിൽ ഏറ്റവും പ്രധാന ഇമ്പോർട്ടന്റ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എന്നുള്ളത്. അപ്പോൾ പലർക്കും അത് തെറ്റിപ്പോകുന്നു. പ്രത്യേകിച്ച് ഗിയറുകൾ മാറുന്ന സമയങ്ങളിൽ, അല്ലാത്ത സമയങ്ങളിലൊന്നും സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കയ്യിൽ നിൽക്കുന്നില്ല. എങ്ങനെയാണ് പെട്ടെന്ന് വേഗത്തിൽ നമുക്കൊരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് പഠിച്ചെടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാമോ. നിങ്ങൾക്കും ഒരു സ്റ്റിയറിംഗിന്റെ ബാലൻസ് കറക്റ്റായിട്ട് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല, കൺട്രോള് പോകുന്നു, തെറ്റിപ്പോകുന്നു, ഇങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത്. കാരണം പലരും ലൈസൻസ് എടുത്തു വെച്ച് വാഹനവും വീട്ടിലുണ്ടായിട്ടും പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. കാരണം സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടാതെ, ക്ലച്ചിന്റെ കൺട്രോൾ കിട്ടാതെയൊക്കെ ഇരിക്കുന്ന പലരും ഉണ്ട്. ഞാൻ ക്ലച്ചിനെ പറ്റി പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ചിനെ പറ്റിയൊക്കെ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇതിന്റെ ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന പലരും, അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തുക. എന്തായാലും നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, പേടി കൊണ്ട് മാറുന്നില്ല, എന്നെ കൊണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുമുണ്ട്. നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, നീ ഇത്രയും ക്ലാസ് എടുത്തിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ ചുറ്റുപാടുകളിനെ നോക്കി നമുക്കറിയാം, 85 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? നമ്മുടെ കയ്യിൽ ലൈസൻസും വെച്ചിട്ട് വാഹനം വെച്ചിട്ട് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? ഏത് പ്രായത്തിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ പോലും ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര വയസ്സായെന്നോ, നിങ്ങൾക്ക് എത്ര നാളായി ലൈസൻസ് കിട്ടിയെന്നോ, നിങ്ങളുടെ വാഹനം ഏതാണെന്നോ ചോദിക്കില്ല. കാരണം നമുക്ക് ഇതിനകത്ത് അതൊന്നും ഒരു കാര്യമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് ബാലൻസ് എന്നുള്ളത്. കാരണം ഇത് പലർക്കും ഇല്ലാത്തതുകൊണ്ടും, കാരണം കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ടും പലരും പേടിച്ച് വാഹനം എടുക്കാത്തതുകൊണ്ട്. കാരണം മെയിൻ റോഡുകളിലൊക്കെ ഓടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഒരു വാഹനം മിറ്റത്തുനിന്ന് എടുക്കുന്ന സമയത്ത്, സ്പേസ് കുറഞ്ഞ സ്ഥലത്തുള്ള ഒരു വാഹനം എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന്റെ ബാലൻസ് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പൊ അതെങ്ങനെയാണ് കൃത്യമായിട്ട് കിട്ടേണ്ടതെന്ന് വെച്ചാൽ പല വീഡിയോസ് കണ്ടിട്ടാണ് ഇപ്പൊ എന്നോട് ഈ കമന്റുകൾ ചോദിക്കാൻ കാരണം നമ്മൾ അങ്ങനെയാണോ, ഇങ്ങനെ ചെയ്താലാണോ? പിന്നെ പലർക്കും സംശയമാണ് ഏത് രീതിയിലാണ് സ്റ്റിയറിംഗിലെ കൈ പിടിക്കേണ്ടത്. അപ്പൊ സ്റ്റിയറിംഗിൽ കൈ പിടിക്കുന്നത് കൃത്യമായിട്ടല്ലാത്തത് കൊണ്ടാണോ ഇനി സ്റ്റിയറിംഗിന്റെ ബാലൻസ് തെറ്റിപ്പോകുന്നതെന്ന് പലരും ചോദിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ കൈ പിടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അളവില്ല ഇതില്. കാരണം പലരും പല രീതിയിൽ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മളെ പഠിപ്പിക്കും ആദ്യം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഒരു രീതിയിലും പിടിക്കും. അതായത് ഈ ക്ലോക്കിന്റെ ഒരു അടയാളത്തിൽ വരുന്ന സമയത്ത് 9:15, അതുപോലെ തന്നെ ഇതുപോലെ 8:20, അതുപോലെ തന്നെ ഈ 10:10. അപ്പൊ ഈ ഒരു രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനൊക്കെ പറ്റിയൊക്കെ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഒരു വളവുള്ള റോഡുകളിലൂടെ ഒരു വാഹനം ഓടിക്കാൻ കഴിയില്ല. കാരണം ഇത് സ്റ്റിയറിംഗ് ആണ്, നമുക്കിത് തിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് വളഞ്ഞു കിടക്കുന്നു. ഇതിൽ നമ്മുടെ കൈ സ്വാഭാവികമായിട്ടും 2 കൈ വന്നാൽ ഒന്നുകിൽ ഈ ഒരു അളവിലോ അല്ലെങ്കിൽ ഈ ഒരു അളവിലോ ആയിരിക്കും. കാരണം നമ്മുടെ 2 കൈയുടെ വെച്ചിട്ട് ഇങ്ങനൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, പിടിക്കുന്നില്ല. കാരണം നമ്മുടെ കൈ സ്വാഭാവികമായിട്ട് 2 കൈ വന്നു കഴിഞ്ഞാൽ ഈ ഒരു അളവൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു കൈ വന്നു കഴിഞ്ഞാൽ അത് എവിടെയാണ്, ഏത് അളവാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ടില്ലേ? അപ്പൊ ഇതെന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ 2 കൈ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേലും ഒരളവായിരിക്കും. അപ്പൊ ഇത് നമുക്ക് ആ ഒരു അളവ് വെച്ചുകൊണ്ട് നമുക്കൊരു വാഹനം തിരിക്കാൻ കഴിയില്ല. കാരണം ഞാനിത് പറയാനുള്ള കാരണം, ഈ ഒരു ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ട് ഇപ്പൊ എന്നോട് വന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്നത് എന്നോട് സംശയം ചോദിച്ചു, ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ച് നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഞാനിപ്പം അവരെ അധിക്ഷേപിക്കുകയല്ല വീഡിയോ ചെയ്തവരെ, നിങ്ങൾ ആ ഒരു വീഡിയോയിൽ പറയുന്ന രീതിയിലൊന്ന് സ്റ്റിയറിംഗിൽ ഒന്ന് പിടിച്ച് നമുക്ക് തിരിക്കാൻ സാധിക്കുമോ എന്ന്. അപ്പൊ അവരെ കൊണ്ട് ഞാൻ ആ ഒരു രീതി പിടിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങോട്ടൊന്ന് തിരിക്കാൻ പറഞ്ഞു. കാരണം ഈ ഒരു രീതി പിടിച്ചിട്ട് അങ്ങോട്ടൊന്ന് തിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇങ്ങനെ കൈ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും വന്നു കഴിയുമ്പോഴത്തെ നിന്ന് പോകുന്നു, അത് തിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഈ പിടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ തുടക്കക്കാരാകുമ്പോൾ ഇങ്ങനെ തിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കൈ മാറ്റി തിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു കൈ മാറ്റാതെ നമുക്കൊരു വളവിനോട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കാരണമാണ് ഞാൻ പറയാൻ കാരണം, നമുക്കിത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ കൈ മാറ്റി തന്നെ തിരിച്ച് സ്റ്റിയറിംഗ് ഇങ്ങനെ അറ്റം വരെ വരുമ്പോഴേ ഫുള്ള് റൈറ്റ് ആയിട്ട് തിരിയത്തുള്ളൂ. അതുപോലെ തന്നെ ഫുള്ള് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ച് ഫുള്ള് ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ
സ്റ്റിയറിംഗ് വണ്ടി ലെഫ്റ്റിലേക്ക് വരത്തുള്ളൂ, ടയർ ലെഫ്റ്റ് ഫുള്ളാകത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് തിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ നമ്മുടെ കൈ സ്വാഭാവികമായിട്ടും കൈ മാറ്റി ഇത് രണ്ട് കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിയറിംഗിൽ. അപ്പൊ നമ്മൾ രണ്ട് കൈ മാറ്റി കൊടുത്താലേ എന്ത് ചെയ്തോളൂ, കറക്റ്റായിട്ട് തിരിയത്തുള്ളൂ. അപ്പം ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ ഒരു റോഡിൽ കൂടെ പോകുന്ന സമയത്താണെങ്കിലും ഈ ഒരു ഇതിൽ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഒരു കൈക്ക് വഴക്കം കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വഴക്കം കിട്ടാത്തതിന്റെ കാരണം നിങ്ങൾ ആ റോഡിലൂടെ വാഹനം ഓടിച്ച് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റിയറിംഗിന്റെ ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പല വീഡിയോയിലായി പറയുന്നത് പോലെ നമ്മൾ പ്ലെയിനായ സ്ഥലത്തോ അല്ലെങ്കിൽ ഗ്രൗണ്ടുകളിലോ പോയി നല്ല രീതിയിൽ നമ്മുടെ സ്റ്റിയറിംഗിൽ ഒരു വഴക്കം നമ്മൾ ഓരോ കൈ കൊണ്ട് മാറ്റി, കാരണം നമുക്കൊരു ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തട്ടാനില്ല, മുട്ടാനില്ല. അപ്പൊ നമുക്ക് സ്വല്പം നമ്മുടെ കറക്റ്റ് അളവിന് തന്നെ വന്നില്ലെങ്കിലും വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇച്ചിരി പോയാലും അവിടെ തട്ടാനും മുട്ടാനും ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആ ഒരു വഴക്കം, ആ കൊച്ചു പിള്ളേരെ കൊണ്ട് സ്ലൈറ്റിലൊക്കെ നമ്മളെ ആദ്യം അക്ഷരങ്ങൾ എഴുതിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവരൊരു അക്ഷരം എഴുതുമ്പോഴെന്ത് ചെയ്യും, ഒരു സ്ലൈറ്റ് കാവി. അപ്പൊ അങ്ങനെ എഴുതി വന്നാലേ നമുക്ക് എന്ത് ചെയ്തുള്ളൂ, ഒരു സ്പേസ് കുറഞ്ഞ സ്ഥലത്തൂടെ നമുക്ക് അത് കറക്റ്റായിട്ട് സ്പേസ് കുറഞ്ഞാലും നമ്മുടെ പേരുകൾ നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ വലുതായിട്ടുള്ള സ്ഥലങ്ങളിൽ എഴുതി ശീലമായവർക്ക് ചെറിയൊരു സ്പേസ് കണ്ടാലും നമ്മുടെ പേര് അവിടെ കൃത്യമായിട്ട് ആ സ്ഥലം കണ്ട് മനസ്സിലാക്കി അതിനകത്ത് ഉൾക്കൊള്ളിച്ച് നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അവിടെ ചെന്ന് എഴുതി നമ്മൾ കൈക്ക് ഒരു വഴക്കം കണ്ടില്ലേ. നമ്മളിപ്പോ ഒരു വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മുടെ രണ്ട് കൈക്ക് ഒരു വഴക്കം, കാരണം തുടക്കത്തിലൊക്കെ ആകുമ്പോൾ നമ്മുടെ കൈ കഴിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ സ്റ്റിയറിംഗ് കിടന്ന് നിരങ്ങും. അപ്പൊ നമുക്ക് കൈ മുടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തും. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ വരുന്ന നമ്മൾ നിർത്താൻ പാടില്ല. കാരണം നമ്മൾ നടക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം പെരക്കത്തോടെ നടക്കാം, അത് കഴിഞ്ഞ് മുറ്റത്തോടെ നടക്കാം എന്ന് പറയുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കൈയും കാലും ഒക്കെ കിഴക്കും, നമുക്ക് ഒരിക്കലും റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന എത്ര കിലോമീറ്ററും നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് കൈയും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അപ്പം നമുക്ക് കൈക്കും കാലിനും വഴക്കമില്ലാതെ എന്ത് ചെയ്തില്ല, നമുക്കൊരു വാഹനം ഓടിക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ തുടക്കക്കാരെന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു എക്സ്പേർട്ടായ ഒരു ഡ്രൈവർ ഒരു വാഹനം തിരിക്കുന്ന സമയത്ത് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചല്ല ഇങ്ങനെ തിരിക്കുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടില്ലേ, ആ വേഗം തന്നെ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ അങ്ങ് തിരിക്കും കേട്ടാ, കണ്ട് ഇങ്ങനെ തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങളുടെ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പോലും ഒന്ന് വരുമോ എന്ന്. കാരണം നമ്മളിത് നേരെ കൈ ഇരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ. കാരണം നിങ്ങൾ ആദ്യം വെക്കുന്ന സമയത്ത് കണ്ട് ഇങ്ങനെയൊക്കെ പോവും, ഇങ്ങനെയൊക്കെ വളഞ്ഞും അല്ല ഇങ്ങനെയൊക്കെ പോവും. അപ്പൊ നമ്മൾ അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്തില്ല, നമുക്കൊരു സ്റ്റിയറിംഗിൽ വഴക്കം കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എത്രത്തോളം നമുക്ക് ആ സ്റ്റിയറിംഗിൽ വഴക്കമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗ് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് രണ്ട് കൈക്കും. അപ്പൊ ഒരു കൈയുടെ വഴക്കം അത് കണ്ടില്ലേ, നമ്മളിപ്പോ റൈറ്റ് കൈ കൊണ്ട് തിരിച്ചു, ആ തുടക്കമായതുകൊണ്ട് ഒരു കൈ കഴിക്കുന്നു, എന്ത് ചെയ്യുന്നു, നമ്മൾ കൈ മാറ്റി ഇത് കണ്ടില്ലേ, കൈ ഇതുപോലെ ഇങ്ങനെ നമ്മളെ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്നു, ഇടത്തെ കൈ കൊണ്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബാലൻസ് കറക്റ്റായിട്ട് നമുക്ക് ആയതിനു ശേഷം മാത്രമേ നമുക്ക് റോഡിലേക്ക് ഇറങ്ങിയാലും നമുക്ക് കറക്റ്റായിട്ട് എത്രത്തോളം, കാരണം പേടി ഇതേ മാറത്തുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഈ പവർ സ്റ്റിയറിംഗ് വണ്ടി ആകുമ്പോൾ അവരുടെ ധാരണ എന്ന് വെച്ചാൽ ഇങ്ങനെ തൊടുമ്പോഴത്തേന് ഇങ്ങനെ വണ്ടി വരുമെന്നാണ്, പേടിയാണ്. കാരണം തിരിഞ്ഞങ്ങ് പോകുന്നുള്ള പേടിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് തിരിക്കാതെ പേടി വരാനുള്ള കാരണം ഇതിന്റെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഞാൻ ഇത്ര തിരിച്ചാലേ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയത്തുള്ളൂ എന്നുള്ളൊരു ബോധ്യം വരണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ സ്റ്റിയറിംഗിന്റെ ഒരു വഴക്കം കിട്ടണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളിടത്തൊക്കെ പോയതിനു ശേഷം ഇതുപോലുള്ള സ്ട്രെയിറ്റ് ആയ റോഡിൽ വലിയ വളവുകൾ ഇല്ലാത്തടത്തൂടെ നിങ്ങൾ ഒരു കൈ കൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കണം. കാരണം പ്രത്യേകിച്ച് തിരക്കുകൾ ഇല്ലാത്തടത്തൂടെ വേണം ചെയ്യാൻ. തിരക്കുകൾ ഇല്ലാത്തതോടെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കൈ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഒരു വാഹനം വരുന്ന സമയത്ത് ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നത് നമ്മൾ ആ ഒരു കൈ കൊണ്ട് തന്നെ, പിന്നെ രണ്ട് കൈ പെട്ടെന്ന് പിടിക്കാൻ നമ്മൾ ഓർക്കില്ല. അപ്പൊ നമ്മൾ ആ ഒരു കൈ കൊണ്ട് കൃത്യമായിട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വണ്ടി പോകുന്നുണ്ടോ. കാരണം നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് രണ്ട് കൈയാണ് നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കേണ്ടത്. അപ്പൊ ഒരു കൈ കൊണ്ട് നിൽക്കുന്ന സമയത്ത് കൈ വണ്ടി നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് ഗിയറുകൾ മാറാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു കൈ കൊണ്ട് നിന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ, ഗിയർ മാറാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് ബോധ്യവും മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കൃത്യമായിട്ട് ആ സ്റ്റിയറിംഗിന്റെ ബാലൻസ് ഒക്കെ പേടി കൂടാതെ നമുക്കൊരു വാഹനം കൃത്യമായിട്ട് നമുക്ക് ഓടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.